നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് നിന്നെ പിടിച്ചു നിർത്തി, നാളെ എന്നെ റോഡിൽ പിടിച്ചു നിർത്തിയാ എന്ത് ചെയ്യും? എന്തും ചെയ്യാൻ തീരുമാനിച്ചവരാണെങ്കിൽ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. നാണക്കേട് നമുക്കാ, നാട്ടുകാർ ചിരിക്കും. ഒരു സംശയം, നടേശം വാങ്ങിയ കാശ് നിയമപരമായി ചന്ദ്ര തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അച്ഛന്റെ കടം തീർക്കാനുള്ള ബാധ്യത മക്കൾക്കുണ്ടോ? ഉണ്ട്. അച്ഛന്റെ പേരിലുള്ള സ്വത്ത് മക്കൾക്ക് കിട്ടാനുണ്ടെങ്കിൽ ആ കടം വീട്ടാനുള്ള ബാധ്യത അവർക്കുണ്ട്. തന്നെയുമല്ല, ആ കാശ് കടം വാങ്ങിയതിന് ജാമ്യം നിന്നിരിക്കുന്നത് അവളാ. ഏതെങ്കിലും കാരണവശാൽ നടേശൻ സാറിന് കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്ന് ഇവൾ ഏറ്റിട്ടുമുണ്ട്. അതിനുള്ള പേപ്പേഴ്സൊക്കെ ഇവൾ ഒപ്പിട്ട് കൊടുത്തിട്ടുമുണ്ട്. ഓ, അപ്പപ്പെട്ട് അവള് കാശ് കൊടുത്തേ പറ്റൂ. എനിക്ക് തോന്നുന്നില്ല തിരിച്ചു കൊടുക്കാനുള്ള കാശ് ചന്ദ്രയുടെ കയ്യിലുണ്ടെന്ന്. സാമ്പത്തിക ഞെരുക്കം ഉള്ളതുപോലെയാ എനിക്ക് തോന്നുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ, ദൂർത്തല്ലേ ദൂർത്ത്. എന്തായാലും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. എനിക്ക് പറ്റില്ല ഇതുപോലൊരാളുമായിട്ട് ഒത്തുപോവാൻ. അവൾ ഇവിടെ താമസിക്കുന്ന ഓരോ നിമിഷവും അപകടം പിടിച്ചതാ. ഈ കടക്കാരിയായ ഭാര്യ ഡിവോഴ്സിനുള്ള ഗ്രൗണ്ടാണ് ആളിയ? അല്ല. മോഷണ സ്വഭാവമുള്ള പെണ്ണോ? മനസ്സിലായില്ല. എടാ, എന്റെ മാല എടുത്തത് അവള് തന്നെയാണോന്നാ എന്റെ സംശയം. കഴുത്തറ്റം കടമല്ലേ, അത് തീർക്കാൻ വേണ്ടി അവളത് അടിച്ചു മാറ്റിയതാണെങ്കിലോ? ചേച്ചിയുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? അതൊന്നുമില്ല. എങ്കിൽ നമുക്ക് വെറുതെ സംശയിക്കാനല്ലേ പറ്റൂ, ഉറപ്പിച്ചു പറയണമെന്ന് പറ്റത്തില്ലല്ലോ. മാല എടുത്തെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല.